ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഡേ 2 ആണ്. ആദ്യം നമുക്ക് പ്രോബ്ലം സോൾവിങ് ടാസ്ക് എന്താണെന്ന് നോക്കാം. ലീഡ് കോഡിൽ നിന്ന് 2 പ്രോബ്ലംസ് ആണ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറയുന്ന പ്രോബ്ലം, കൗണ്ടർ 2 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ കൗണ്ടർ 2 ഓൾറെഡി നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് വേറെ എന്തെങ്കിലും ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ കൗണ്ടർ 2 എന്ന് കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്രിപ്പയർ 1 ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ക്ലോഷേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ അതിൻ്റെ നോട്ട്സ് നിങ്ങൾ തയ്യാറാക്കി വെക്കുക. നമുക്ക് നേരെ നമ്മുടെ ലീഡ് കോഡിലേക്ക് പോവാം. നമ്മുടെ ലീഡ് കോഡ് ടാസ്ക് ടു ബി ഓർ നോട്ട് ടു ബി എന്താണ് ആവശ്യപ്പെടുന്നത് നോക്കാം. ഓക്കെ, റൈറ്റ് എ ഫംഗ്ഷൻ എക്സ്പെക്ട്. സോ അവരൊരു എക്സ്പെക്ട് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഹെൽപ്സ് ഡെവലപ്പേഴ്സ് ടെസ്റ്റ് ദെയർ കോഡ്. ഇറ്റ് ഷുഡ് ടേക്ക് ഇൻ എനി വാല്യൂ. ഓക്കെ, ഇതൊരു വാല്യൂവിനെ എടുക്കുന്നുണ്ട്. റിട്ടേൺ ആൻ ഒബ്ജക്റ്റ് വിത്ത് ഫോളോയിങ് 2 ഫങ്ഷൻസ്. ഓക്കെ, ഇതെന്തുകൊണ്ട് റിട്ടേൺ ആൻ ഒബ്ജക്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ടു ബി എന്ന് പറയുന്നത് ഇഫ് ദ വാല്യൂസ് ഇഫ് 2 വാല്യൂസ് ഈക്വൽസ് ആണെങ്കിൽ നമ്മൾക്ക് ടു ബി ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നോട്ട് ഈക്വൽ ആണെങ്കിൽ നമ്മൾ നോട്ട് ടു ബി ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 2 സിറ്റുവേഷനാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ടു ബി ആ പേരിൽ തന്നെയുണ്ട്. ടു ബി എന്ന് പറയുമ്പം ട്രിപ്പിൾ ഈക്വൽ, നോട്ട് ടു ബി എന്ന് പറയുമ്പോൾ നോട്ട് ഈക്വൽസ്. ഓക്കെ, അപ്പം ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഇറ്റ് ഷുഡ് റിട്ടേൺ ട്രൂ. ഉണ്ടോ? ഇഫ് ദ വാല്യൂസ് ആർ ഈക്വൽസ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ സ്യൂഡോ കോഡ് എഴുതാം. സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇംഗ്ലീഷ് ഫോർമാറ്റിൽ നമ്മൾ എഴുതാൻ പോവാണ്. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സോ ഇഫ് ദ നമ്പേഴ്സ് ആർ ഈക്വൽ, നമ്മളെന്താ റിട്ടേൺ ട്രൂ അല്ലേ? റിട്ടേൺ ട്രൂ ഇഫ് ദ വാല്യൂസ് ആർ ഈക്വൽ. ഇഫ് ദേ ആർ നോട്ട് ഈക്വൽ ഇറ്റ് ഷുഡ് ത്രോ ആൻ എറർ. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ദ നമ്പേഴ്സ് ആർ നോട്ട് ഈക്വൽ, നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് എന്താണ്? ഒരു എററാണ്. ഓക്കെ, ത്രോ ആൻ എറർ, നോട്ട് ഈക്വൽ. ഓക്കെ, ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്തു. ഓക്കെ, നോട്ട് ഈക്വൽ ആണ് നമുക്ക് ഇവിടെ റിട്ടേൺ ചെയ്യേണ്ടത്. ഇത് ഏതിൻ്റെ കേസിലാണ്? ടു ബിയുടെ കേസിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്യൂഡോ കോഡ് നമ്മൾ എഴുതേണ്ടത് ടു ബി എന്ന് പറയുന്ന കേസിലാണ്. നോട്ട് ടു ബി ആണെങ്കിൽ ഇവിടെയും ഒരു വാല്യൂ വരുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, നോട്ട് ടു ബി ആണെങ്കിൽ അവരെന്താ പറയുന്നത്? അക്സെപ്റ്റ് അനദർ വാല്യൂ ആൻഡ് റിട്ടേൺസ് ട്രൂ ഇഫ് ദ 2 വാല്യൂസ് ആർ നോട്ട് ഈക്വൽ. ഓക്കെ, സോ ഇവിടെ ഇഫ് ദ നമ്പേഴ്സ് ആർ നോട്ട് ഈക്വൽ return true. Okay, true if the numbers are equal. എല്ലാത്തിലും ഒരു എല്ല് ഇവിടെ കൂടുതൽ വരുന്നുണ്ട് കേട്ടോ. ഇഫ് ദ നമ്പേഴ്സ് ആർ ഈക്വൽ, ഇഫ് ദേ ആർ ഈക്വൽ ഇറ്റ് ഷുഡ് ത്രോ ആൻ എറർ. ഓക്കെ, നോട്ട് ടു ബി എന്ന് പറയുന്നത് ഇത് ഭയങ്കര നമുക്ക് നമ്മൾ ചിലപ്പം ചില ആൾക്കാർക്ക് നോട്ട് ടു ബിയും ടു ബിയും ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്യൂഡോ കോഡ് എഴുതുന്നത്. എപ്പോഴും നിങ്ങളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നേരം ഇതുപോലെ സ്യൂഡോ കോഡ് എഴുതിയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു രീതി മനസ്സിലാവും, അല്ലെങ്കിൽ ഒരു ലോജിക്ക് ബിൽഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇഫ് ദേ ആർ ഈക്വൽ ഇറ്റ് ഷുഡ് ത്രോ ആൻ എറർ. ഓക്കെ, ഇഫ് ദ നമ്പേഴ്സ് ആർ ഈക്വൽ, ബിക്കോസ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് ഈക്വൽ അല്ലാത്ത കേസിലാണ്. ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ നോട്ട് ടു ബി ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ട്രൂ, ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നോട്ട് ടു ബിയുടെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ ആൻ എറർ. റിട്ടേൺ എറർ. എന്താണ് എറർ? ഈക്വൽ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ചെയ്യണം. ഓക്കെ, ഇനി എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെക്ട് 5 to be 5. 5 to be 5 ആണെങ്കിൽ ഇഫ് ദ നമ്പേഴ്സ് ആർ ഈക്വൽ റിട്ടേൺ ട്രൂ. സോ റിട്ടേൺ ട്രൂ. ഓക്കെ,
ഇനി എക്സ്പെക്ട് 5 ടു ബി നള്ള്. ഓക്കെ, അപ്പോൾ 5ഉം നള്ളും ഈക്വൽ അല്ല. അവർ പറയുന്നത് ടു ബിയുടെ കേസിലാണ്. സോ നോട്ട് ഈക്വൽ. സോ ത്രോ ആൻ എറർ, നോട്ട് ഈക്വൽ. ഇനി നോട്ട് ടു ബിയുടെ കേസിലാണെങ്കിൽ എന്താ പറയുന്നത്? എക്സ്പെക്ട് 5 ടു ബി നള്ള്. അത് ട്രൂ ആണ്. 5ഉം നള്ളും ഈക്വൽ അല്ല. സോ ട്രൂ ആണ്. സോ നോട്ട് ടു ബിയുടെ കേസിൽ ഇഫ് നമ്പേഴ്സ് ആർ നോട്ട് ഈക്വൽ, കാരണം ഇവിടെ 5 നള്ളും നോട്ട് ഈക്വൽ ആണ്, സോ റിട്ടേൺ ട്രൂ. ഓക്കെ, ഐ തിങ്ക് നമുക്ക് ഇവനെ മൊത്തത്തിലങ്ങ് കോപ്പി ചെയ്യാം. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് ഇവിടെ വെച്ചിട്ട് ചെയ്യാം, റെപ്ലിറ്റ് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഈ സ്യൂഡോ കോഡ് ഞാനിവിടെ ക്ലിയർ ചെയ്ത് കൊടുത്തു. നമുക്കിവിടെ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് അവിടെ പോയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം സ്യൂഡോ കോഡ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ പ്രോബ്ലത്തിനകത്തു നിന്നും നമുക്ക് മാക്സിമം എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ജസ്റ്റ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ഇത് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോവാതിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുമ്പം എക്സ്പെക്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. എക്സ്പെക്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ വിളിച്ചു കൊടുക്കുന്നുണ്ട്, അതിവിടെ വാല്യൂ റിസീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ് ഈ ഡോട്ട് ടു ബി എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ അകത്തേക്ക് അല്ലെ ഒരു ഫംഗ്ഷൻ അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു മെത്തേഡ് വിളിക്കാനായിട്ട് പറ്റുന്നത് എങ്ങനെയായിരിക്കും? ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അപ്പോഴത്തേക്ക് ഞാൻ ഇതിനെ കൺസോളിലോട്ടൊന്ന് മാറ്റാം. കൺസോൾ ഡോട്ട് ലോഗ്, നമുക്ക് 2 കൺസോൾ വേണം, കാരണം ഈ 2 കേസും നമുക്കിവിടെ ചെക്ക് ചെയ്യണം. ചിന്തിച്ചോ. എക്സ്പെക്ട്. ഓക്കെ, കിട്ടിയോ? കുഴപ്പമില്ല. കിട്ടിയവർക്ക് കിട്ടാത്തവർക്കും കുഴപ്പമില്ല. നമ്മളിങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? അപ്പോൾ ഞാനിതൊന്ന് കമൻറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ അസോസിയേറ്റ് ചെയ്ത് മറ്റൊരു ഫംഗ്ഷനെ വിളിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഇവിടെ കോൺസ്റ്റ് കാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അതിൻ്റെ കളറ് നമ്മൾ റെഡ് എന്നും പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കളർ പ്രോപ്പർട്ടിയെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്? കൺസോൾ ഡോട്ട് ലോഗ് കാർ ഡോട്ട് കളർ അല്ലേ? ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റെഡ് എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ഈ കാർ എന്ന് പറയുന്ന വേരിയബിൾ ഇപ്പം എന്തിനെയാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്? ഹോൾഡ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിനെയാണ്. അപ്പോൾ ഇവിടെയും ഈ എക്സ്പെക്ട് എന്ന് പറയുന്ന വേരിയബിൾ ഒരു ഒബ്ജക്റ്റിനെ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിളിച്ചു കൊടുക്കാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും പറ്റും അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അവരിവിടെ പറഞ്ഞിട്ടുള്ളത് റിട്ടേൺ ആൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കിവിടെ മനസ്സിലായ കാര്യം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ഷുഡ് റിട്ടേൺ ആൻ ഒബ്ജക്റ്റ്. അപ്പം ഫോർ എക്സാമ്പിൾ റിട്ടേൺ ആൻ ഒബ്ജക്റ്റ് A10 എന്നാണെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും ഈ എക്സ്പെക്റ്റ് ഇപ്പോൾ നമ്മൾ ഇൻവോക്ക് ചെയ്യാൻ നേരം, ഇപ്പോൾ ഈ ഒരു എക്സ്പെക്റ്റ് പ്രത്യേകിച്ച് എന്താണ്, ഒരു ഫംഗ്ഷനെയാണ് ഹോൾഡ് ചെയ്യുന്നത്. നമ്മളിതിനെ ഇൻവോക്ക് ചെയ്യാൻ നേരത്തെ കൺസോൾ ഡോട്ട് ലോഗ് എക്സ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ വിളിച്ചു കൊടുത്തു അല്ലേ? അപ്പോൾ ഈ ഒരു ഇപ്പോൾ എന്താണ്, ഈ എക്സ്പെക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഹോൾഡ് ചെയ്യുന്നത് എന്താണ്? ഒരു ഒബ്ജക്റ്റിനെയാണ് അല്ല? അത് റിട്ടേൺ ചെയ്ത് കിട്ടിയ വാല്യൂ ഇപ്പോൾ എന്താണ്? ഒരു ഒബ്ജക്റ്റ് ആണ്. സോ നമുക്കിപ്പോൾ എക്സ്പെക്റ്റ് ഡോട്ട് നമുക്ക് A എന്നും പറഞ്ഞിട്ട് വിളിച്ചു കൊടുക്കാനായിട്ട് പറ്റും. സോ നമുക്കിവിടെ 10 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ആയിരിക്കും? A10 പകരം ഇപ്പോൾ ഇവിടെ നമ്മൾ വിളിച്ചു കൊടുക്കുന്നത് ഒരു ടു ബി എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രിങ് അല്ലേ? അല്ലെങ്കിൽ ടു ബി എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല വിളിച്ചു കൊടുക്കുന്നത്, മറ്റൊരു മെത്തേഡാണ് വിളിച്ചു കൊടുക്കുന്നത്. അപ്പം ഒബ്ജക്റ്റിനകത്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതുപോലെ A10 എന്ന് എഴുതി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് എഴുതി കൊടുക്കാനും പറ്റും? ടു ബി എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷനും എഴുതി കൊടുക്കാനായിട്ട് പറ്റും. സോ ഇങ്ങനെയും ഫംഗ്ഷൻ എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആരോ ഫംഗ്ഷനും എഴുതി കൊടുക്കാം. കോമ നോട്ട് ടു ബി. ഓക്കെ, പെർഫെക്റ്റ്. ഇനി നമുക്ക് നമ്മുടെ അപ്പോൾ ഇവൻ എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്? ട്രൂ ആണ്. ഇവൻ റിട്ടേൺ ചെയ്തത് ത്രോ ആൻ എറർ ആണ്. ഓക്കെ, നമുക്ക് കുറച്ച് സ്പേസിന് വേണ്ടിയിട്ട് ഈ കമൻറ്റും കളയാം. ഓക്കെ, നമ്മുടെ സ്യൂഡോ കോഡിലേക്ക് പോവാം.
അപ്പോൾ ഇവിടെ നമുക്ക് 5 എന്ന് പറഞ്ഞിട്ട് റിസീവ് ചെയ്യുന്നത് ഈ വാലായിരിക്കും, ഈ 5 എന്ന് പറഞ്ഞിട്ട് റിസീവ് ചെയ്യുന്നത് ഈ ടു ബി എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ നമ്പർ എന്ന് പറഞ്ഞു കൊടുക്കുക, നമ്പർ എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടു ബിക്കകത്ത് നമ്മുടെ സ്യൂഡോ കോഡ് അതുപോലെ എഴുതിയാൽ മതി, ഇഫ് ദ നമ്പേഴ്സ് ആർ ഈക്വൽ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഇഫ് നമ്മുടെ വന്നിരിക്കുന്ന വാൽ ഇസ് ഈക്വൽ ടു വാല്യൂ ഇസ് ഈക്വൽ ടു നമ്പർ ആണെന്നുണ്ടെങ്കിൽ വി നീഡ് ടു റിട്ടേൺ ട്രൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഇഫ് നമ്പേഴ്സ് ആർ നോട്ട് ഈക്വൽ റിട്ടേൺ എൽസ് റിട്ടേൺ. അപ്പോൾ ഇവിടെ ഒരു എററാണ് കാണിക്കാനായിട്ട് പറയുന്നത്. അപ്പം ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെയാണ് എറർ കാണിക്കുന്നത് വെച്ചാൽ ത്രോ ന്യൂ എറർ. ഓക്കെ, എന്താ പറഞ്ഞാൽ നോട്ട് ഈക്വൽ, നോട്ട് EQAL. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എറേഴ്സിനെ നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്കതിൻ്റെ റീസൺ നോക്കാം. നമ്മളിവിടെ വന്നിട്ട് ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇതുണ്ടോ, റിട്ടേൺ ത്രോ ന്യൂ എറർ അൺഎക്സ്പെക്റ്റഡ് ടോക്കൺ ത്രോ. അതായത് ഇതിൻ്റെ ബിഹൈൻഡ് ദ സീനിലെ റീസൺ എന്താണെന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇതൊരു എക്സ്പ്രഷൻ അല്ല. ഓക്കെ, ഇതൊരു എക്സ്പ്രഷനാണ്. അപ്പം നമ്മൾ ഇഫ് എൽസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ചെയ്തു നോക്കുക എന്തൊക്കെയാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, എന്തൊക്കെയാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് എക്സ്പ്രഷൻ എന്നുള്ളത് നിങ്ങൾ നോക്കുക കേട്ടോ. ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇഫ് കണ്ടീഷൻ, അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വൈൽ ലൂപ്പ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഫോർ ലൂപ്പ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഫങ്ഷൻസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മുടെ ത്രോ ന്യൂ എറർ എന്ന് പറയുന്നത്. ഇനി എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3+2 എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷനാണ്, അല്ലെങ്കിൽ കമ്പാരിസൺ 5 = 5 എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു എക്സ്പ്രഷനാണ്, 5 ≠ 5 എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു എക്സ്പ്രഷനാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒബ്ജക്റ്റ് ഡോട്ട് ഒരു വാല്യൂവിനെ എടുക്കുന്ന ഒരു എക്സ്പ്രഷനാണ്, അല്ലെങ്കിൽ അരയിൽ നിന്നൊരു വാല്യൂവിനെ എടുക്കുന്നത് അതൊരു എക്സ്പ്രഷനാണ്. മനസ്സിലാവും? അപ്പോൾ ഇതാണ് ഡിഫറൻസ്. ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്യുക, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ChatGPT തന്നെ ചോദിക്കുക. ന്യൂ എറർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ വി ഡോണ്ട് ഹാവ് ടു റിട്ടേൺ ഇറ്റ്, അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഇവിടെ അവർ പറയുന്നത് നോട്ട് ഈക്വൽ എന്നാണ്. സോ ഞാനതിവിടെ എഴുതി കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നോട്ട് ടു ബിക്കകത്ത് പറയുകയാണെങ്കിൽ ഇഫ് ദ നമ്പേഴ്സ് ആർ നോട്ട് ഈക്വൽ അല്ലേ. അപ്പം ഇഫ് വാൽ നോട്ട് ഈക്വൽ numbers are not equal, return true, else throw an error equal. Okay, so throw new error equal. So നമുക്ക് നോക്കാം, run. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടുന്നുണ്ട്, ഒരു എറർ കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ത്രോ ന്യൂ എറർ എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈക്വൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, ഈക്വൽ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ആദ്യത്തെ നമുക്ക് ട്രൂ തന്നിട്ടുണ്ട്, ഓക്കെ. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ അതുപോലെ നമുക്ക് കോപ്പി ചെയ്യാം, നമ്മുടെ ഇവിടെ കൊണ്ടിടാം. അതിനുശേഷം നമുക്ക് റൺ ചെയ്യാം. ടെസ്റ്റ് കേസസ് 3 സക്സസ് ആണ്. നമുക്ക് സബ്മിറ്റ് ചെയ്ത് വെക്കാം, കാരണം സബ്മിറ്റ് ചെയ്താലേ വേറെ കുറേ ടെസ്റ്റ് കേസസ് അവർ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൂടി ഓക്കെ, പെർഫെക്റ്റ്. അപ്പം നമ്മുടെ സൊല്യൂഷൻ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് വേറെ എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് തരണോ വേണ്ടോ എന്ന് ആലോചിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാം. കാരണം ഞാൻ ഈ അടുത്തൊരു ട്യൂട്ടോറിയൽ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് 90-10 റൂൾ വെച്ചിട്ട് നിങ്ങൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് 90% നമ്മൾ ചെയ്യുക, 10%
നമ്മുടെ വീഡിയോ കാണുന്നവരോട് ചെയ്യാൻ പറയുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഒരു 100% ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ നെക്സ്റ്റ് ലെവലിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഇതിനെ നമ്മളിവിടെ ഫംഗ്ഷൻ എന്ന് എഴുതി കൊടുക്കുന്നതിന് പകരം നമ്മളിവിടെ ആരോ ഫംഗ്ഷൻ എഴുതിയതുപോലെ നമ്മുടെ ഇഫ് എൽസ് കണ്ടീഷനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്കൊരു ടെർണറി ഓപ്പറേഷനിലേക്ക് മാറ്റുക. അപ്പോൾ നിങ്ങളിവിടെ പോസ് ചെയ്യുക, ഇതിനെ നിങ്ങൾക്ക് ടെർണറി ഓപ്പറേഷനിലോട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ റിട്ടേൺ ഈ ന്യൂ എറർ ഉണ്ടല്ലോ, ഈ റിട്ടേൺ ന്യൂ എററിനെ നമുക്കൊരു ഫംഗ്ഷനിലേക്ക് മാറ്റാം. കുറച്ചുകൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ കോൺസ്റ്റ് മെസ്സേജ് എറർ മെസ്സേജ് ഈക്വൽ, ഓക്കെ, നമുക്കിവിടെ ഒരു മെസ്സേജ് വരും. സോ നമ്മൾ ത്രോ ന്യൂ എറർ അല്ലേ, നമ്മൾ ആ ഒരു മെസ്സേജ് അവിടെ കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ എറർ മെസ്സേജ് ഇനി മുതൽ എന്തായിരിക്കും? ഇവിടെ വരുന്നു എറർ മെസ്സേജ് നോട്ട് ഈക്വൽ. ഇനി ഈ എറർ മെസ്സേജ് ഈക്വൽ അല്ലേ? ഞാൻ റൺ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ട്രൂ ഈക്വൽ എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ.